എന്റെ അമ്മോ, രാവണപ്രഭു കണ്ടു. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇത് റീ റിലീസാണോ പുതിയ റിലീസാണോ എന്ന്. തിയേറ്ററിൽ പൂരപ്പറമ്പാക്കിയാണ് ലാലേട്ടന്റെ ഇൻട്രോയും മാസും എല്ലാം, മാസ് ഡയലോഗ് എല്ലാം തിയേറ്ററിൽ ഒരു ഉത്സവം തന്നെയാണ്. ആ സവാരിഗിരിയുടെ വിളിയും. എന്തായാലും ഒരു 2.25 മണിക്കൂർ തിയേറ്ററിൽ നമ്മൾ നിറഞ്ഞാടുകയാണ്. നമുക്കപ്പുറം ലാലേട്ടൻ നിറഞ്ഞാടുന്നു, അതിനൊപ്പം നമ്മളും നിറഞ്ഞാടുന്നു. ലാലേട്ടന്റെ എല്ലാവർക്കും എന്നെ എന്തോ ഇഷ്ടമാണെന്നുള്ള ഡയലോഗൊക്കെ കേൾക്കുമ്പോൾ തിയേറ്ററിലുള്ള ഒരു ഓളം നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ ജഗതി ശ്രീകുമാറിനെയൊക്കെ കാണിക്കുമ്പോൾ തിയേറ്ററിൽ ആൾക്കാരുടെ ഒരു ബഹളം. ആ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് മിസ്സാകുന്നുണ്ട് ജഗതി ചേട്ടനെയൊക്കെ. ഇതിലെ പല കഥാപാത്രങ്ങളും ഇന്നില്ല, ജീവിച്ചിരിക്കുന്നില്ല. പക്ഷെ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്കൊന്നും പകരം നമുക്കവിടെ ആരെയും സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്ന്. അത്ര മനോഹരമായാണ് അവർ ആ ഓരോ കഥാപാത്രങ്ങളെയും ചെയ്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് രഞ്ജിത്തേട്ടനോട്. താങ്കൾ ഇനിയും ഇതുപോലെയുള്ള സിനിമകളെടുത്ത് മലയാളത്തിലേക്ക് വരണം. ലാലേട്ടനെയൊക്കെ ഇങ്ങനെ കാണാൻ ജനങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇങ്ങനെ ലാലേട്ടനെ കാണിക്കാൻ താങ്കൾക്കേ കഴിയൂ. ഇതുപോലത്തെ ഡയലോഗുകൾ എഴുതാനും താങ്കളെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. നമ്മളെല്ലാവരും ഒത്തിരി കാത്തിരിക്കുന്നു ലാലേട്ടന്റെ ഇതുപോലൊരു സിനിമയ്ക്ക് വേണ്ടി. പി സുകുമാറിന്റെ ക്യാമറയും രഞ്ജൻ എബ്രഹാമിന്റെ എഡിറ്റിംഗും എല്ലാം ഒരു പ്രത്യേക മാസ്മരികതയോട് കൂടിയാണ് അവരിതെല്ലാം ചെയ്തിരിക്കുന്നത്. മോഹൻലാലിന്റെ ഓരോ ഷോട്ടുകളും ജനങ്ങൾക്ക് ആഘോഷമാക്കത്തക്ക രീതിയിൽ. ഒരു സൈഡിൽ മംഗലശ്ശേരി കാർത്തികേയൻ നിറഞ്ഞാടുമ്പോൾ നമ്മുടെ പഴയ ഫ്യൂഡൽ ചട്ടമ്പി മംഗലശ്ശേരി നീലകണ്ഠൻ മറു സൈഡിൽ അഭിനയ മികവ് കൊണ്ട് നമ്മളെ ഞെട്ടിക്കുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒന്ന് സുരേഷ് പീറ്റേഴ്സിന്റെ മ്യൂസിക്കും ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളുമാണ്. ഗിരീഷ് പുത്തഞ്ചേരിക്ക് സത്യം പറഞ്ഞാൽ നമുക്കൊരു തീരാ നഷ്ടം തന്നെയാണ്. സുരേഷ് പീറ്റേഴ്സ് ഒരുപിടി നല്ല ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് മലയാളത്തിൽ. അദ്ദേഹത്തേക്ക് വീണ്ടും നല്ല നല്ല പാട്ടുകളും നല്ല നല്ല സിനിമകളിലേക്ക് കൊണ്ടുവരേണ്ടതാണെന്ന് തോന്നിപ്പോയി. മോഹൻലാൽ വസുന്ധരാദാസിന്റെ അറിയാതെ എന്നുള്ള ആ ഗാനം തിയേറ്ററിൽ എന്തൊരു ഓളമാണ് ഉണ്ടാക്കുന്നത്. ആ ഫീല് അതൊക്കെ തിയേറ്ററിൽ നിന്ന് കണ്ടാൽ മാത്രം കിട്ടുന്നതാണ്. പിന്നെ സിദ്ദിഖുമായുള്ള ഫൈറ്റ് സീൻ, നെപ്പോളിയനുമായിട്ടുള്ള രംഗങ്ങൾ, ഇതെല്ലാം നമ്മളെ സത്യം പറഞ്ഞാൽ കോരിത്തരിപ്പിക്കും എന്നതിന് ഒരു സംശയവും വേണ്ട. പിന്നെ ഇതിന്റെ ആക്ഷൻ രംഗങ്ങളിൽ രാജാമണിയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു രക്ഷയുമില്ല. പല തവണ നമ്മളെ ഞെട്ടിച്ചിട്ടുള്ളതാണ് രാജാമണി സാർ. ഇതിലും നമുക്കറിയാം, നമുക്കിതിലെ ഓരോ സീൻസ് കാണുമ്പോഴും നമുക്കറിയാം അടുത്ത സീൻ എന്താണെന്ന്. കാരണം നമ്മളിത് ഒത്തിരി തവണ കണ്ടിട്ടുള്ളതാണ്. എന്നിട്ട് പോലും വീണ്ടും ഇത് നമ്മൾ കാണുമ്പോൾ ഒട്ടും ബോറടിക്കുന്നില്ല എന്നതാണ് വാസ്തവം. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് ആന്റണി പെരുമ്പാവൂർ. ഇത്രയും നല്ലൊരു മോഹൻലാൽ സിനിമ മലയാളികൾക്ക് സമ്മാനിച്ചത് അദ്ദേഹമാണ്. ആന്റണി ചേട്ടാ, എന്തായാലും രഞ്ജിത്തേട്ടനെയും കൂട്ടി വീണ്ടും ഇതുപോലെ ഒരു മാസ് സിനിമയുമായി ലാലേട്ടനെ കാണാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അത് നടത്തി തരണം. അത് നടത്താൻ താങ്കൾ രഞ്ജിത്തേട്ടനെ വിചാരിച്ചാലേ കഴിയത്തുള്ളൂ.